യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് നന്നായിട്ട് ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള തകർച്ചയുടെയൊക്കെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങള്, അകൃത്യങ്ങള്, തിന്മകള് നമ്മളെ തകർച്ചയിലേക്കും നാശത്തിലേക്കും പരാജയങ്ങളിലേക്കും ഒക്കെ നയിക്കും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമ്മൾ വായിക്കുന്നു ജെറമ്യായുടെ പുസ്തകത്തില് 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്, അത് കൈപ്പേറിയത് തന്നെ, നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞ് കയറിയിരിക്കുന്നു. ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പെരുമാറ്റവും നിന്റെ പ്രവൃത്തികൾ മൂലമാണ്. നിന്റെ പെരുമാറ്റവും നിന്റെ പ്രവൃത്തികൾ മൂലമാണ് ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജെറമ്യായുടെ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി, അവർ തെറ്റുകൾ തിരുത്തിയില്ല. ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി, അവർ തെറ്റുകൾ തിരുത്തിയില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മുടെ ജീവിതത്തില് തകർച്ചകളും പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാ പലതും. പലപ്പോഴും ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ കൽപ്പനകള്, ദൈവത്തിന്റെ വചനങ്ങള് ഒക്കെ മറന്നുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിന്റെ ഫലമായിട്ട് അനേക വ്യക്തികള്, കുടുംബങ്ങള് ഇന്ന് തകർച്ചയിലാ കഴിയുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, നിയമത്തിന്റെ ലംഘനമാണ് പാപം. പാപം നിയമത്തിന്റെ ലംഘനമാണ്. ദൈവ കൽപ്പനകളുടെ, ദൈവ വചനത്തിന്റെ ലംഘനങ്ങൾ എല്ലാം പാപമാണ്. വിശുദ്ധ ബൈബിളിലെ ഈ വചനങ്ങൾ, വിശുദ്ധ ബൈബിളിലെ ഈ വചനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളാണ്. അത് വചനത്തിന് എതിരായിട്ട്, ദൈവ കൽപ്പനകൾക്കെതിരായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർ ചെയ്തത് ഗൗരവമേറിയ പാപം തന്നെയാണ്. 10 കൽപ്പനകള്, ദൈവത്തിന്റെ വചനങ്ങള്, തിരുസഭയുടെ കൽപ്പനകള്, ഇതൊക്കെ നമ്മൾ അവഗണിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഗൗരവമേറിയ പാപമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയാം. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തില് കായേനും ആബേലും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. കായേനും ആബേലും ബലിയർപ്പിച്ചു. കായേന്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായില്ല. ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു. ഇത് കായേന്റെ മനസ്സില് വൈരാഗ്യത്തിനും വെറുപ്പിനുമൊക്കെ കാരണമായിട്ട് മാറുകയാണ്. പിന്നീട് സംഭവിക്കുന്നത്, ദൈവം ഇപ്രകാരം കായേനോട് പറയുകയാണ്, 5 മുതലുള്ള വചനങ്ങള്. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? കർത്താവ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ ദൈവസന്നിധിയിൽ നീയും സ്വീകാര്യൻ ആവുകയില്ലേ? എന്തിനാണ് നീ കോപിച്ചിരിക്കുന്നത്? കർത്താവ് ചോദിക്കുക, എന്തിനാണ് നീ കോപിച്ചിരിക്കുന്നത്? എന്തിനാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ദൈവസന്നിധിയിൽ നല്ലത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യൻ ആവുകയില്ലേ? അടുത്ത വചനം പറയുന്നു, പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അതിനെ നീ കീഴടക്കണം. പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന പൈശാചിക അരൂപികൾ
കാത്തിരിക്കുക മനുഷ്യനെ തകർച്ചയിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിലേക്ക് വീഴ്ത്തുവാനായിട്ട്. അവിടെ ദൈവമായ കർത്താവ് കായേന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പാപം വാതിക്കൽ തന്നെ പതിയിരിക്കുന്നു. നിന്റെ വാതിക്കൽ പാപം പതിയിരിപ്പുണ്ട്. അത് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ആ പിശാചിനെ നീ കീഴ്പ്പെടുത്തണം. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത് പൈശാചിക രൂപികളാ. കായന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ സാത്താൻ കായനെ കീഴ്പ്പെടുത്തി. ഈ കായൻ സ്വന്തം സഹോദരനായ ആബേലിനെ വയലിൽ വെച്ച് അടിച്ചു കൊന്നു. വയലിൽ വെച്ച് കായൻ ആബേലിനെ അടിച്ചു കൊന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി 4-ാം അധ്യായത്തിന്റെ 10-11 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഉൽപ്പത്തി 4:11. നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. കായന്റെ മേൽ ശാപം വീണു. കാരണം അവൻ രക്തം ചുന്തി. സഹോദര സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും ദൈവവചനത്തിനും എതിരായിട്ട് കായേൻ തെറ്റ് ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ആദം പാപം ചെയ്തു. ഹവ്വ പഴം പറിച്ച് ഭക്ഷിച്ചു. ആദത്തിന് കൊടുത്തു. അവർ രണ്ടുപേരും പഴം ഭക്ഷിച്ചു. അവരോട് ദൈവം പറയുന്ന ഒരു വചനമുണ്ട്. 16 വചനം, 33:16 മുതൽ. നിന്റെ ഗർഭാരിഷ്ഠിതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അവിടെ ആദത്തോട് പറയുക, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ആദം എന്ന വ്യക്തിയിലൂടെ ഈ മണ്ണ് ശപിക്കപ്പെട്ടു. കായൻ എന്ന വ്യക്തിയിലൂടെ വന്ന ശാപം എന്താ? കായനോട് പറയാ, നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. ആദം ചെയ്ത തെറ്റെന്താ? ആദം ദൈവകൽപ്പന ലംഘിച്ചു, പഴം ഭക്ഷിച്ചു, അതേ ചെയ്തുള്ളൂ. സഹോദര സ്നേഹത്തിനോ എതിരായിട്ട് ആദം പാപം ചെയ്തില്ല. അവർ ചെയ്ത ഹവ്വ ചെയ്ത പാപം എന്താ? ദൈവം പറഞ്ഞത് ഹവ്വ വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ വാക്കിനേക്കാൾ ഉപരി പിശാചിന്റെ വാക്കിന് ഹവ്വ ചെവി കൊടുത്തു. പിശാച് പറഞ്ഞത് ഹവ്വ സ്വീകരിച്ചു. ആ ദൈവം പറഞ്ഞത് എന്താ? പറിച്ച് ഭക്ഷിക്കരുത്, പഴം പറിച്ച് ഭക്ഷിക്കരുതെന്നാ പറഞ്ഞത്. അതിനെ ധിക്കരിച്ചുകൊണ്ട് ഹവ്വ പഴം ഭക്ഷിക്കുകയാണ്. അവൾ ദൈവത്തിന്റെ വചനത്തെ ലംഘിച്ചു. ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. അനുസരണക്കേട് കാണിച്ചു. ഹവ്വായുടെ മേലും ആദത്തിന്റെ മേലുമൊക്കെ ദൈവശിക്ഷ കടന്നു വരികയാണ്. അവർ പർദീസായിക്ക് പുറത്താക്കപ്പെട്ടു. ആദത്തോട് പറയുന്നു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. കായനോട് പറയുന്നു, നീ സഹോദരന്റെ രക്തം ചിന്തിയതുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അങ്ങനെ മാനവരാശിയുടെ മേൽ ശാപം വീണു. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ അകൃത്യത്തിന്റെ ഫലങ്ങൾ മാനവരാശിയുടെ മേൽ ശാപം വീണു. ക്രിസ്തു ഈ ശാപങ്ങൾ കുരിശിൽ ഏറ്റെടുക്കുകയാണ്. ഗലാത്യ 3:13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കും. അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചുയർത്തതുപോലെ നമ്മളെ എല്ലാവരെയും അവൻ അനുഗ്രഹിച്ചുയർത്തും. ക്രിസ്തു കുരിശിൽ മാനവരാശിയുടെ ശാപം ഏറ്റെടുത്തു. ശാപം ഒരു യാഥാർത്ഥ്യമായിരുന്നു. ശാപം ക്രിസ്തു ഏറ്റെടുത്തു. ആര് ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട്
വിശുദ്ധ ജീവിതം നയിക്കുന്നുവോ അവർ ശാപത്തിന്റെ കീഴിലല്ല, അവർ കൃപയുടെ കീഴിലാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ യേശുവേ. സ്വരം ഉയർത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശാപത്തിന്റെ കീഴിലല്ല. ശാപം ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തു. നീ യേശു ക്രിസ്തുമായിട്ട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ശാപത്തിന്റെ ശക്തികൾക്കും നിന്നെയോ നിന്റെ കുടുംബത്തെയോ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ അവന്റെ വചനങ്ങളും കൽപ്പനകളും ലംഘിച്ച് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തികൾ തകർച്ചകൾ അനുഭവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ സാത്താൻ അവിടെ മേൽ ആധിപത്യം ഏറ്റെടുക്കും. കായനോട് പറഞ്ഞ വചനം ഓർക്കുക, പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കരുണ വർഷിക്കണമേ. കരുണ വർഷിക്കണം. ഞാനും എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരി സഹോദരങ്ങളും ബന്ധുമിത്രാദികളും മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരും തലമുറകളും ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയാകണമേ. ഹല്ലേലൂയ. കരുണ ഒഴുകട്ടെ. ദൈവ കരുണ ഒഴുകട്ടെ. ദൈവ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.